നമസ്കാരം. നിങ്ങൾക്കുള്ള പ്രോപ്പർട്ടി സെല്ല് ചെയ്യാനായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ പുതിയൊരു പ്രോപ്പർട്ടി ബൈ ചെയ്യാനായിട്ട് കണ്ടുപിടിക്കാനായിട്ട് കഷ്ടപ്പെടുന്നുണ്ടോ? എന്നാൽ നിങ്ങൾക്കൊരു സുവർണാവസരം ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഒരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് പ്രോസ്പെക്റ്റീവായിട്ടുള്ള സെല്ലേഴ്സിനെയും അല്ലെങ്കിൽ ബയേഴ്സിനെയും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഇമെയിൽ ID റെക്കോർഡ് ചെയ്യാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അത് ചോദിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റാണെന്ന് ബോധ്യപ്പെടാനായിട്ടും ഫ്യൂച്ചറിൽ ഒന്ന് റെഫർ ചെയ്യാനായിട്ടും നമ്മൾ എന്തൊക്കെയാണ് അവിടെ എഴുതി കൊടുത്തതെന്ന് അറിയാനായിട്ടും ഉള്ളൊരു സൗകര്യത്തിന് വേണ്ടിയാണ് അത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഐറ്റംസ് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് വെച്ചിട്ടുണ്ട്, പേര്, ഫോൺ നമ്പർ, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അത് എല്ലാം കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്താൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. പിന്നെ ചോദിച്ചിരിക്കുന്ന ലൊക്കേഷൻ, ഡിസ്ട്രിക്റ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ നെല്ലിപ്പള്ളി പുനലൂർ എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്രൊജക്റ്റ് ബിൽഡിംഗ് ഏരിയ അത് 1 acre 50 cents എന്ന് കൊടുത്തിട്ടുണ്ട് ഒരു എക്സാമ്പിളായിട്ട്. പിന്നെ മാക്സിമം എക്സ്പെക്റ്റഡ് എമൗണ്ട് ഒരു ₹3 lakhs കൊടുത്തിട്ടുണ്ട്. മിനിമം എക്സ്പെക്റ്റഡ് എമൗണ്ട് ഒരു 2,25,000 കൊടുത്തിട്ടുണ്ട്. പിന്നെ വെദർ ഓൾ ദ നീഡഡ് ആൻഡ് ലേറ്റസ്റ്റ് ഡോക്യുമെൻറ്റ്സ് ആർ അവൈലബിൾ യെസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഡയമെൻഷൻ, ലെങ്ത് ടു ബ്രെഡ്ത്ത് ഓർ സ്പെസിഫിക്കേഷൻ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് 100 meter × 100 meter എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവറേജ് റോഡ് വിഡ്ത്ത് ഇൻ ഫ്രണ്ട് അതൊരു 4 meter എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്റ്റൻസ് ഫ്രം മെയിൻ റോഡ് ഇഫ് ആപ്ലിക്കബിൾ അതൊരു 150 meter കൊടുത്തിട്ടുണ്ട്. പിന്നെ നിയർ ബൈ അട്രാക്ഷൻസ് ഓർ ലാൻഡ്മാർക്ക് ഓർ അട്രാക്ഷൻസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യന് പോളിടെക്നിക് കോളേജ് അല്ലെങ്കിൽ സസ്പെൻഷൻ ബ്രിഡ്ജ് എക്സെട്ര എന്ന് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ ഏരിയ ഇതിൻ്റെ അകത്ത് പെടുമെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ ഏരിയക്കകത്ത് പെടുമെന്നുള്ളത് പറഞ്ഞു. പിന്നെ ടൈപ്പ് ഓഫ് ഓണർഷിപ്പ് ചോദിച്ചപ്പോൾ ഫാമിലി എന്നുള്ളത് പറഞ്ഞു. പിന്നെ പോയിൻ്റ് ഓഫ് കോൺടാക്റ്റ് ഓണർ എന്നുള്ളത് പറഞ്ഞു. ഇനി എനി ബാങ്ക് ലോൺ ഓർ കോംപ്ലിക്കേഷൻ ടു ബി ക്ലിയർഡ് എന്നുള്ളത് നോ എന്ന് പറഞ്ഞു. ആക്സസിബിലിറ്റി ടു നിയർ ബൈ ടൗൺ അല്ലെങ്കിൽ കിലോമീറ്റർ ആൻഡ് ടൈം ടു റീച്ച് അതെന്ന് പറഞ്ഞാൽ 2 kilometer 2 minute ചെല്ലാം. അതായത് 1 kilometer 60 seconds, അതായത് നമ്മുടെ 60 km/h പോകുമ്പോൾ നമുക്ക് 1 kilometer 1 minute തീർക്കാം. അങ്ങനെ 2 kilometer 2 minute തീർക്കാം. അത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡും ഫെസിലിറ്റീസുമാണ്. പിന്നെ വെദർ ഇറ്റ് കംസ് അണ്ടർ കേരള ഗൈഡ് ലൈൻസ് അത് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം ഇത് ഒരുമിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് അതേസമയം പ്ലോട്ടായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ററായ്ക്കകത്ത് ബാധകമാണ്. പിന്നെ ഹാവ് യു അസൈൻഡ് ടു എനി കേരള രജിസ്റ്റേർഡ് ഏജൻറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കേരള രജിസ്റ്റേർഡ് ഏജൻറ്റിന് മാത്രമേ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാത്തവർക്ക് അത് പറ്റത്തില്ല. പിന്നെ ഹൗ ലോങ് യു വെയിറ്റഡ് ആൻഡ് ട്രൈങ് ടു സെൽ ദി പ്രൊഡക്റ്റ് എന്നുള്ളത് 2 months എന്നുള്ളത് കൊടുത്തു. പിന്നെ വാട്ട് വാസ് ദി പ്രൈമറി റീസൺ വൈ യുവർ പ്രൊഡക്റ്റ് വാസ് നോട്ട് സോൾഡ് ടിൽ ഡേറ്റ്, അത് നോട്ട് ഗെറ്റിംഗ് എ ജെന്യൂൻ ബയർ എന്നുള്ളത് കൊടുത്തു. പിന്നെ വാട്ട് ഈസ് ദി സ്പെഷ്യാലിറ്റി ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് പ്രൊജക്റ്റ് ഓഫ് ബിസിനസ് ക്യാൻ ബി ഡൺ ദർ. അതുകൊണ്ട് നമുക്ക് ഏറ്റവും എളുപ്പം വില്ല പ്രൊജക്ട്സാണ്, നല്ല മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പിന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് കൺസിഡർ യു ആസ് എ ബയർ, വാട്ട് ക്യാൻ യു എക്സ്പെക്ട് ഫ്രം ദി സെയിം പ്രൊഡക്റ്റ് വിച്ച് യു ആക്ച്വലി വിഷ് ടു സെൽ. പ്രൊഡക്റ്റ് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ കാര്യമാണ്. പിന്നെ അപ്പോൾ അതിനനുസരിച്ച് അതിനൊരു ഉത്തരവെന്ന് പറഞ്ഞ് അത് ഞാനൊരു ബയറായിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്കത് ലവ് ടു ബൈ സച്ച് എ ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേർ വുഡ് യു ലൈക്ക് ടു ഇൻവെസ്റ്റ് മണി, ഇപ്പം ഇത് സെല്ല് ചെയ്ത് കാശ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് ഉത്തരം കൊടുത്തേക്കുന്നത് ബിൽഡ് ആൻ അപ്പാർട്ട്മെൻറ്റ് വിത്ത് കൊമേഴ്ഷ്യൽ സ്പേസ് ഇൻ ട്രിവാൻഡ്രം. കാരണം അതിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത്. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനാണല്ലോ, നമുക്ക് കാശ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ചിലവായി പോകും, കിട്ടിയത് വേസ്റ്റായി പോകും. പിന്നെ ഇനി അതർ അഡീഷണൽ ഡീറ്റെയിൽസ് ടു ഇൻക്ലൂഡ്, അതായത് ഓൾ അമ്യൂണിറ്റീസ് ആൻഡ് ഫെസിലിറ്റീസ് നിയർ ബൈ, അതായത് എല്ലാ സൗകര്യങ്ങളും അടുത്തുണ്ട്. ഗവൺമെൻറ് ഓഫീസുകളായാലും പ്രൈവറ്റ് ഓഫീസുകളായാലും കോളേജ് ആയാലും സ്കൂളായാലും ഹോസ്പിറ്റൽസ് ആയാലും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയാലും എല്ലാം അടുത്ത് തന്നെ ഉണ്ട്. അപ്പം എല്ലാം ഉണ്ടെന്ന് തന്നെ ആണ് പറയാം, വളരെ അടുത്ത് തന്നെ. പിന്നെ യുവർ പ്രിഫറബിൾ ടൈം സ്ലോട്ട് ടു കമ്മ്യൂണിക്കേറ്റ്, അത് ഇന്ത്യൻ ടൈമാണ്, IST എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതായത് രാവിലെ 6 തൊട്ട് 8 മണി വരെയാണോ 8 തൊട്ട് 10 വരെയാണോ ഏത് സമയത്താണ് നമുക്ക് സൗകര്യമുള്ളതെന്നുള്ളത്. അപ്പോൾ നമ്മൾ 6 മണി തൊട്ട് 8 മണി വരെയുള്ള സമയത്തിനകത്ത് നമ്മളെ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ല എന്നുള്ള രീതിയിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ വുഡ് യു ലൈക്ക് ടു യൂസ് റിസോൾവ് കൂപ്പൺ കോഡ് ഫോർ ഗെറ്റിംഗ് ഡിസ്കൗണ്ടഡ് ഫീസ് ഫ്രം കേരള റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് ഫോർ ഫൈൻഡിങ് എ സൊല്യൂഷൻ ഫോർ യുവർ പെയിൻ പോയിൻറ്റ്. അതായത് നമുക്ക് ഒരു പെയിൻ പോയിൻ്റാണ്, ഇത് എത്ര നാളായിട്ട് കച്ചവടമായിട്ടില്ല. ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് റിസോൾവ് എന്ന് പറഞ്ഞൊരു കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് ആദ്യമായിട്ട് ആ ടേംസുമായിട്ട് എഗ്രി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഫീസ് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട്, ഇപ്പം ഒരു പ്രോജക്റ്റിന് ഇത്ര ശതമാനം ഫീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തിനും നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ലംസം എമൗണ്ടിലേക്ക് വരാനായിട്ടൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടോയെന്നുള്ളത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിന് യെസ് എന്നോ നോ എന്നോ കൊടുക്കാം. യെസ് എന്നാണെന്നുണ്ടെങ്കിൽ ആ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് ഹാപ്പി ടു ഹെൽപ്പ് എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്.
പിന്നെ സെൻഡ് മി എ കോപ്പി ഓഫ് മൈ റെസ്പോൺസ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മുടെ ആ മെയിൽ ഐ ഡി നമ്മൾ കൊടുത്തിരിക്കുന്നു, നമ്മുടെ ആ മെയിലിലേക്ക് നമുക്ക് നമ്മൾ എന്തൊക്കെയാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ നമുക്ക് മെയിൽ കോപ്പി ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പം ഇത് കണ്ടിട്ട് നമ്മുടെ ടീം അത് നോക്കിയിട്ട് ഇത് കാര്യങ്ങളെല്ലാം ക്രോസ് ചെക്ക് ചെയ്തിട്ട് നമ്മളൊരു ജെന്യുവൻ ബയർ വരുമ്പോഴത്തേക്ക് നമ്മളതുമായിട്ട് ലിങ്ക് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ ബയറിൻ്റെ ഡീറ്റെയിലാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഇമെയിൽ ഐ ഡി റെക്കോർഡ് ചെയ്യാനും അതുപോലെ പേരും ഫോൺ നമ്പറും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒക്കുപ്പേഷൻ എന്താണ്, ബയറിൻ്റെ ഒക്കുപ്പേഷൻ, അതായത് ബിസിനസ്സാണോ, കൺസൾട്ടൻ്റ് ആണോ, വർക്കിംഗ് പ്രൊഫഷണൽ ആണോ, ഇൻവെസ്റ്റർ ആണോ, ഗവൺമെൻറ് എംപ്ലോയി ആണോ, NRI ആണോ, അതോ ഇനി വേറെ എന്തെങ്കിലും ആണോ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് മെൻഷൻ ചെയ്യാം. ഞാനിപ്പോൾ കൺസൾട്ടൻ്റ് എന്നുള്ളത് മെൻഷൻ ചെയ്തു. പിന്നെ പ്രിഫേർഡ് ലൊക്കേഷൻ ആൻഡ് ഡിസ്ട്രിക്റ്റ്. ഇപ്പോൾ എനിക്ക് നേരത്തെ സെല്ലറിൻ്റെ ഡീറ്റെയിൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ അതുമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ അതുമായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു ഡീറ്റെയിലാണ് ഇവിടെ ബയറിൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ പ്രിഫേർഡ് ലൊക്കേഷൻ ആൻഡ് ഡിസ്ട്രിക്റ്റ് എന്നുള്ളത് പുനലൂർ, കൊല്ലം എന്നുള്ളത് കൊടുത്തു. പിന്നെ ടൈപ്പ് ഓഫ് പ്രൊജക്റ്റ് ഓർ ബിൽഡിംഗ്, നമുക്ക് ഫ്ലാറ്റ്, ഹൗസ്, പ്ലോട്ട്, ലാൻഡ്, ഓഫീസ്, ഇനി അതല്ല പഴയ ഫ്ലാറ്റോ വീടോ ഉൾപ്പെടെ ഉള്ള സ്ഥലം ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതറായിട്ടുള്ളത് അങ്ങനത്തെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഏത് വേണമെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ലാൻഡ് ചൂസ് ചെയ്തു. പിന്നെ റിക്വയർഡ് ഏരിയ, അതായത് സെൻറ്റ്, എത്ര സെൻറ്റുണ്ട്, അല്ലെങ്കിൽ എത്ര BHK, അതായത് ഫ്ലാറ്റൊക്കെ ആണെങ്കിൽ 2 BHK 3 BHK എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഇനി സ്ക്വയർ ഫീറ്റ് 1500 സ്ക്വയർ ഫീറ്റ്, 2000 സ്ക്വയർ ഫീറ്റ്, അങ്ങനെ പലത് പറയുമല്ലോ. അപ്പം ഞാനിവിടെ നമുക്ക് ഏക്കറാണ്, ഒരേക്കർ 50 സെൻറ്റ്, അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തു. ഇനിയല്ല സെൻറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂന്നുണ്ടെങ്കിൽ 150 സെൻറ്റെന്നും എഴുതാം. പിന്നെ മിനിമം എക്സ്പെക്റ്റഡ് എമൗണ്ടും മാക്സിമം അഫോർഡബിൾ എമൗണ്ട് ചോദിച്ചു, ബയറിൻ്റെ സൈസിലായതുകൊണ്ട്. അപ്പോൾ മിനിമം എക്സ്പെക്റ്റഡ് എമൗണ്ട് ഒരു 1.25 കിട്ടിയാൽ കൊള്ളാം എന്നുള്ള രീതിയിലാണെങ്കിൽ അത് അവിടെ എഴുതാം. ഇനി മാക്സിമം അഫോർഡബിൾ എമൗണ്ട് നമുക്ക് 2.30 വരെ ഇനി സെല്ലർ ചോദിച്ചാലും നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. നമുക്കത് വാങ്ങിക്കാൻ എത്രമാത്രം ആ സ്ഥലം ഇഷ്ടപ്പെട്ടു, അത് വാങ്ങിക്കാനായിട്ട് തയ്യാറാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യാം. നല്ല സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. പിന്നെ ഡയമെൻഷൻസ്, ലെങ്ത്, ബ്രെഡ്ത്ത് ഓർ സ്പെസിഫിക്കേഷൻ, അതായത് ഒരു സ്ക്വയർ പ്ലോട്ട് പോലെയൊക്കെ കിട്ടിയ, അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ പ്ലോട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം, കാരണം ഇത്ര ഏരിയ വരുന്നതുകൊണ്ട് നല്ലൊരു കാര്യങ്ങൾ വേണം. പിന്നെ ആവറേജ് റോഡ് വിഡ്ത്ത് ഇൻ ഫ്രണ്ട് 4 മീറ്റർ. ഇപ്പോൾ ഡയമെൻഷൻസിൻ്റെ അവിടെ നമുക്ക് നേരത്തെ എഴുതാം, നമുക്ക് എത്ര മീറ്റർ ഫ്രണ്ടേജ് കിട്ടിയാൽ കൊള്ളാം. ഇപ്പോൾ നമുക്കൊരു 100 മീറ്റർ ഫ്രണ്ടേജ് അല്ലെങ്കിൽ ഒരു 150 മീറ്റർ ഫ്രണ്ടേജ് കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഫ്രണ്ടേജാണ്. സാധാരണ 30-40 മീറ്ററാണ് ഇതുപോലത്തെ വലിയ ഏരിയയ്ക്കൊക്കെ ഫ്രണ്ടേജ് വരുന്നത്. അപ്പോൾ ഇവിടെ 100 മീറ്ററിൻ്റെ മുകളിൽ ഫ്രണ്ടേജ് ഉണ്ട്. പിന്നെ ഡിസ്റ്റൻസ് ഫ്രം മെയിൻ റോഡ് നമ്മൾ ഓക്കെ, അത് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ 200 മീറ്ററാണ് അകത്തോട്ട് വരെ പോയാലും നമുക്ക് ആ സ്ഥലം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, അതിന് കുഴപ്പമില്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ. പിന്നെ ഇതിപ്പോൾ നമ്മുടെ ഫോണിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക്, അല്ലെങ്കിൽ നേരിട്ട് മീറ്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടോ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും, ഒരു കണ്ടീഷൻ അനുസരിച്ച്. പിന്നെ നിയർ ബൈ അമ്യൂണിറ്റീസ് ഓർ അട്രാക്ഷൻ, ഇനി അത് വേണമെന്നില്ല, പിന്നെ ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കും എന്നുള്ള രീതിയിലാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ പോയിൻ്റ് ഓഫ് കോൺടാക്റ്റ്, ഇവിടെ ഓണർ, മാനേജർ, ഏജൻറ്റ് ആരാന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഇനി ഓണറും അല്ല ഏജൻറ്റും അല്ല എന്നുണ്ടെങ്കിൽ മാനേജറിന് കൊടുക്കുക. അപ്പം നമുക്ക് ആരായാലും കുഴപ്പമില്ല, അതെങ്ങനെയാണെന്ന് വെച്ചാൽ സൗകര്യം പോലെ. പിന്നെ വുഡ് യു ലൈക്ക് ടു ഗോ വിത്ത് ബാങ്ക് ലോൺ ഓർ എനി കോംപ്ലിക്കേഷൻ ടു ബി ക്ലിയർ, അതായത് ഇപ്പോൾ കാശ് അത്യാവശ്യം കയ്യിലുണ്ടാവണം ബയറാകുമ്പോൾ, അല്ലെങ്കിൽ ഇനി ബാങ്ക് ലോൺ എടുക്കുവാണെങ്കിൽ ഇനി അതിൻ്റെ നൂലാമാലകളും കാര്യങ്ങളും എല്ലാം വരുമ്പോഴത്തേക്ക് താമസം ഉണ്ടെങ്കിൽ അതെല്ലാം മെൻഷൻ ചെയ്യുക. അതല്ല ഇപ്പോൾ റെഡി ക്യാഷ് ആയിട്ടുണ്ട് അവൈലബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ആക്സസിബിലിറ്റി ടു നിയർ ബൈ ടൗൺ, കിലോമീറ്റർ ആൻഡ് ടൈം ട്രേസ്, നമുക്ക് ആ അടുത്തുള്ള ടൗണിലേക്ക് എത്താനായിട്ട് എത്ര നേരം അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ വരെ നമുക്ക് ആ ഒരു നമ്മൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് സൗകര്യം വേണമല്ലോ. അതിപ്പോൾ ഞാൻ 2 കിലോമീറ്റർ 10 മിനിറ്റിനകത്ത് എനിക്ക് തന്നാലും മതി. അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിയാണ് ഞാൻ ഹാപ്പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറ്. കാരണം ഞാൻ വലിയൊരു എമൗണ്ട് അല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റേതായ രീതിക്ക് വേണം അത് കാണാനായിട്ട്. ഇപ്പം സിറ്റിക്ക് ഒരു കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് ടൗൺ എത്തണമെന്നുണ്ടെങ്കിൽ അവിടെ അത്രമാത്രം റേറ്റ് ആയിരിക്കും, പിന്നെ ഇത്ര ഏരിയ അവിടെ കിട്ടത്തില്ല. പിന്നെ വുഡ് യു ലൈക്ക് ടു ഇൻവെസ്റ്റ് ഇൻ കേരള രജിസ്റ്റേഡ് പ്രോജക്റ്റ്, അപ്പം ഇതിപ്പം കേരള അല്ലാത്തതുകൊണ്ട് അല്ല, നമുക്ക് ഏതായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. പിന്നെ ഹാവ് യു അസൈൻഡ് ടു എനി കേരള രജിസ്റ്റേർഡ് ഏജൻറ്റ്, അപ്പം ഒരു രജിസ്റ്റേർഡ് ഏജൻറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ ആഴ്ചയാണ് ഏജൻറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും എസ് എന്ന് നമുക്ക് കൊടുക്കാം. ഇനി അതിന് ഏജൻറ്റ് ഏൽപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നോ, അല്ലെങ്കിൽ തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനുള്ള ഉത്തരം കൊടുക്കുക. പിന്നെ ഹൗ ലോങ് യു വെയിറ്റഡ് ആൻഡ് ട്രൈങ് ടു ബൈ ദി പ്രോഡക്റ്റ്, അതായത് ഇതുപോലൊരു പ്രോജക്റ്റ് നമ്മൾ വാങ്ങിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ട്, കാശെല്ലാം ഉണ്ട്, ഇനി ആഗ്രഹിച്ചിട്ട് നമ്മൾക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, എത്ര നാൾ എടുത്തു എന്നുള്ളത് ചോദ്യത്തിന് 3 months എന്നെല്ലാം കൊടുക്കുക. എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കിയിട്ട് നമുക്ക് കാശെല്ലാം ഉള്ളപ്പം വാങ്ങിക്കാൻ പറ്റാവുന്നൊരു സാഹചര്യം എത്രയാണെന്ന് വെച്ചാൽ അത് പറയാം.
പിന്നെ ഹാവ് യു ഗോട്ട് ഇനഫ് മണി, അത് ആൻഡ് വാട്ട് വാസ് ദ പ്രൈമറി റീസൺ വൈ യു കാൺ ബൈ ടിൽ ഡേറ്റ്. അത് ഇത്രയും നാളായിട്ട് കാശുണ്ടായിട്ട് എന്താ വാങ്ങിക്കാൻ പറ്റാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പ്രോപ്പർട്ടി എൻ്റെ അറിവിൽ വന്നില്ല, അതുകൊണ്ട് വാങ്ങിച്ചില്ല. ഡിഡ് ഫൈൻഡ് എ ഗുഡ് പ്രോപ്പർട്ടി. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയെ പറ്റി ഈ നമ്മുടെ ഏജൻറ്റിന് മാത്രമേ അറിയത്തുള്ളൂ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് നിങ്ങളെ ഒരു റിക്വയർമെൻറ്റ് എൻക്വയറി ആയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്കത് നമ്മുടെ ടീം അത് മാച്ച് ചെയ്തിട്ടായിരിക്കും നമുക്ക് തീരുമാനം എടുക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരു സൗകര്യപ്രദമായിട്ട് കാര്യങ്ങൾ നടക്കും. വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ ഫ്രം ദി സെല്ലർ റാദർ ദാൻ ദി ടോട്ടൽ കോസ്റ്റ്? ഈ ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളത് നമ്മുടെ ഒരു എക്സ്പെക്ടേഷനാണ്. അത് കൂടാതെ വേറെ എന്തെങ്കിലും എക്സ്പെക്ടേഷൻ ഉണ്ടെന്ന് വെച്ചാൽ ആ ഒരു ക്ലയൻറ്റുമായിട്ട് ലോങ് ടേം റിലേഷൻഷിപ്പ് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് തയ്യാറാണ്. പിന്നെ എനി അതർ അഡീഷണൽ ഡീറ്റെയിൽസ് ടു ഇൻക്ലൂഡ്. ഇനി എന്തെങ്കിലും ആ ക്ലയൻറ്റിനോട് ചോദിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ യുവർ പ്രിഫറബിൾ ടൈം സ്ലോട്ട് ടു കമ്മ്യൂണിക്കേറ്റ്, അതായത് ഏത് സമയത്താണ് നമുക്ക് ഈ ഏജൻറ്റുമായിട്ട് സംസാരിക്കാനായിട്ട് താല്പര്യമുള്ളത്, അല്ലെങ്കിൽ ക്ലയൻറ്റുമായിട്ട് സംസാരിക്കാനായിട്ട് താല്പര്യമുള്ളത്, ആ ഒരു സമയം നമ്മൾ മെൻഷൻ ചെയ്യുക. പിന്നെ വുഡ് യു ലൈക്ക് ടു യൂസ് റിസോൾവേഴ്സ് കൂപ്പൺ കോഡ്, നേരത്തെ ചോദിച്ച പോലെ റിസോൾവ് കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏജൻറ്റ് നമുക്ക് ആ ഒരു ഫീസിലൊക്കെ നെഗോഷിയേറ്റ് ചെയ്തൊരു എമൗണ്ടിലേക്ക് വരും. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് ഒരു സൗകര്യപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ സെൻഡ് മീ എ കോപ്പി ഓഫ് മൈ റെസ്പോൺസസ്, അത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡീറ്റെയിൽ നമ്മൾ എൻ്റർ ചെയ്ത കാര്യങ്ങൾ നമുക്ക് മെയിലായിട്ട് നമുക്ക് വരും. നമുക്ക് ഫ്യൂച്ചറിലായാലും റെഫർ ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്ന കാര്യങ്ങളാണ് മെൻഷൻ ചെയ്തത്, ഇന്ന കാര്യങ്ങൾ നമുക്ക് സോർട്ട് ഔട്ടായി, ഇന്ന കാര്യങ്ങൾ സോർട്ട് ഔട്ട് ആയിട്ടില്ല, അത് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാനും അടുത്ത ഒരു പ്രോജക്റ്റ് നമുക്ക് ചെയ്യാനൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രയോജനപ്പെടും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏതായാലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ ബന്ധുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ വീഡിയോസ് ഇനിയും വരാനുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ടേക്ക് കെയർ. ബൈ.